ഇന്ന് നമുക്ക് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലെയിൻ കാർഡ്ബോർഡിൽ നമുക്ക് അല്ലെങ്കിൽ ലോഗോയോ അല്ലെങ്കിൽ ആമസോണിൻ്റെ ബോക്സിൽ കാണുന്ന പോലെ അതിൻ്റെ നെയിം ലോഗോയോ നമുക്ക് ഇത് ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ കാർഡ്ബോർഡ് മാത്രമല്ല നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള വാൾ ഇതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എന്താണ് ലോഗോ ഒക്കെ വെച്ചിട്ട് അടിപൊളിയാണ്. ഇന്ന് നമുക്കൊരു കാർഡ്ബോർഡിൽ അതിൻ്റെ ലോഗോ എന്നിങ്ങനെ നമുക്ക് വയ്ക്കാം. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ആമസോണിൻ്റെ തന്നെ നമുക്ക് ഇതിൽ പ്ലേസ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ആമസോണിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് ഇതിലേക്ക് പ്ലേസ് ചെയ്യാം. അതിന് നമുക്കൊന്ന് ചെറുതാക്കിയിട്ട് കറക്റ്റ് ലെവലിൽ വയ്ക്കാം. ഇങ്ങനെ നമുക്ക് വെറുതെ ഒന്നും വെച്ചിട്ടൊന്നും കാര്യമില്ല. അതിൽ നമുക്ക് ഈ അലൈൻമെൻറ്റ്, ഈ കാർഡ്ബോർഡിൻ്റെ അലൈൻമെൻറ്റ് ഈ 3 ഫേസിൽ തന്നെ വെക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിനെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. അതിന് നമുക്ക് ഒന്ന് കറക്റ്റ് ലൈൻ നമുക്ക് ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ആമസോണിൻ്റെ നെയിമിന് മാത്രം നമുക്ക് എന്താ ഡിസേബിൾ ചെയ്ത് വയ്ക്കാം. ഹൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ ഈ കാർഡ്ബോർഡിൻ്റെ ഫോട്ടോയിൽ ഒരു ന്യൂ ലെയർ ആഡ് ചെയ്യാം. ഈ ലെയറിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഈ നമ്മുടെ ഈ കാർഡ്ബോർഡിൻ്റെ ബോക്സിൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഈ ലെയറിൽ നമുക്ക് എഡിറ്റ് ചെയ്താൽ മതി. ഈ ലെയറിൽ ചെയ്തിട്ട് നമുക്ക് ഈ ഫിൽറ്റർ കൊടുത്ത് വാനിഷിംഗ് പോയിന്റ് ആഡ് ചെയ്യാം. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കാർഡ്ബോർഡിൻ്റെ 3 ഫേസിൽ നമുക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റായിട്ട് 3 ഫേസ് നമുക്ക് ആ ലൈനിൽ തന്നെ കറക്റ്റായിട്ട് കൊടുക്കും. ചിലപ്പോൾ ഒരു ഫേസ് ആയിട്ട് അതിന് ശേഷം നമുക്ക് കൺട്രോൾ ഉപയോഗിച്ചിട്ട് അടിക്കാക്കാം. കൺട്രോൾ ഉപയോഗിച്ചിട്ട് അടിക്കാക്കിയതിന് ശേഷം പിന്നെ ഈ സൈഡിലേക്ക് എടുത്ത് കൺട്രോൾ ഉപയോഗിച്ചിട്ട് തന്നെ അടിക്കാക്കാം. കറക്റ്റ് അലൈൻമെൻറ്റിൽ വരും. പിന്നെ നമുക്ക് ആമസോണിൻ്റെ തന്നെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം ഇത് നമുക്ക് ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ സൈസ് ഒന്ന് കുറച്ചതിന് ശേഷം ആ കാർഡ്ബോർഡിൻ്റെ സൈസിനനുസരിച്ചിട്ട് വെച്ചതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ ഇതിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് വിട്ട് അതിൻ്റെ ആ ഷേപ്പിൽ കറക്റ്റായിട്ട് ഒന്ന് പേസ്റ്റ് ആയിക്കോളും. ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. കറക്റ്റ് ആ സെൻറ്ററിൽ തന്നെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഒന്നും കൂടി 3 ഫേസ് ഉണ്ട്, 3 കൂടി തന്നെ ആഡ് ചെയ്യാം. അതിന് സ്മോൾ സൈസ് ആക്കിയിട്ട് നേരെ ഇങ്ങോട്ട് വരും. എന്നിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അലൈൻമെൻറ്റ് അനുസരിച്ചിട്ട്. ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം. ഇതാകുമ്പോൾ ഒരു എടുപ്പുണ്ടാകുന്നതാണ്. കുറച്ച് സൈസ് കൂടെ കൂട്ടാം. നമുക്ക് ഒരെണ്ണം കൂടി 3ാമത്തെ ഫേസിലേക്ക് ഒന്ന് സൈസ് കുറയ്ക്കാം. നേരെ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാം. ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് വെറുതെ സ്റ്റിക്കർ ഒട്ടിച്ച പോലെ തന്നെ ഉണ്ടാവുള്ളൂ. നമുക്ക് അതിൻ്റെ ഇതിലൊന്ന് കറക്റ്റ് പ്രിൻറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടണം. അതിനെന്താണ് വഴി പറഞ്ഞാൽ ഇതിന് കറക്റ്റ് സെൻറ്റർ ആക്കിയതിന് ശേഷം നേരെ നമുക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇത് നമുക്ക് വെറുതെ ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ച പോലെ നമുക്ക് ഇതിൽ ഇൻബിൽഡായിട്ട് പ്രിൻറ്റ് ചെയ്ത പോലെ വേണം. അതിന് നമുക്ക് നേരെ ഓപ്പോസിറ്റിയിൽ നമുക്ക് ഇതിനെ ചെയ്ത് നോക്കാം. കേട്ടോ, നമുക്കൊരു ഡാർക്ക് കളറിൽ മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ കറക്റ്റ് അതിലൊന്ന് പ്രിൻറ്റ് ചെയ്ത് പോലെ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിനി